അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ റമദാനു ശരീഫിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു റമദാൻ മാസത്തെ നമുക്ക് നൽകിയത് 3 പാർട്ടുകളായിട്ടാണ്. ആദ്യത്തെ 10 ദിവസം, നടുവിലെ 10 ദിവസം, അവസാനത്തെ 10 ദിവസം. ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിനോട് റഹ്മത്തിനെ തേടേണ്ട 10 ദിനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ മാസം മുഴുവനും റഹ്മത്തിന്റെ മാസമാണ്. എന്നാൽ പ്രത്യേകമായി അല്ലാഹു തആല റഹ്മത്തിനെ നൽകാമെന്ന് വാഗ്ദാനവും ഉറപ്പും നൽകിയിട്ടുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ അത് നാം വിസ്മരിക്കാൻ പാടില്ല. ആദ്യത്തെ 10 ദിവസങ്ങളിൽ ആരാണോ നിരന്തരമായി അല്ലാഹുവേ എനിക്കിനി റഹ്മത്ത് ചൊരിയണമേ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് തേടി വരുന്നത്, അവനിക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വാരി ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു തആല നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തിന്റെ ദിനങ്ങളാണ്. രണ്ടാമത്തെ 10 ദിവസങ്ങൾ മഗ്ഫിറത്തിന്റെ, പാപമോചനത്തിന്റെ 10 ദിനങ്ങളാണ്. അവസാനത്തെ 10 ദിനങ്ങൾ നരകമോചനത്തിന്റെ 10 ദിനങ്ങളാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദുആ, അള്ളാഹുവെ എനിക്കിനി റഹ്മത്ത് ചൊരിഞ്ഞു തരണമേ, എനിക്കിനി റഹ്മത്ത് ചെയ്യണമേ, എന്നോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് ദുആ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഒരു അടിമ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങേണ്ടതും ചോദിച്ചു വാങ്ങേണ്ടതുമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ് റമദാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. നിങ്ങൾ നോക്ക്, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവെ എനിക്ക് നീ കരുണ ചൊരിയണമേ, എനിക്ക് നീ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ പ്രാർത്ഥനകൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. പറയുന്നതും ദുആ ചെയ്തതും ചെറിയ ഒരു വാക്യങ്ങൾ കൊണ്ടാണ്, ചെറിയൊരു വാക്യമാണെങ്കിലും അതിന്റെ അർത്ഥതലങ്ങൾ അനന്തമാണ്. ഈ കൊച്ചു പ്രാർത്ഥനയിൽ അവന്റെ മനസ്സിന്റെ അകത്തുള്ള ഒരുപാട് അഭിലാഷങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ചോദിക്കുന്നത് അല്ലാഹുവേ എനിക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ്, എന്നോട് നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്നാണ്. എന്നാൽ ഈ ഒരു പ്രാർത്ഥനയിൽ അവന്റെ ജീവിതത്തിന്റെ ഉടനീളമുള്ള അഖില മേഖലകളിലെ വിഷയങ്ങളെയും അതിൽ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ്. അല്ലാഹു തആല കണ്ടറിഞ്ഞ് അവനിക്ക് എല്ലാ മേഖലകളിലും റഹ്മത്ത് ചൊരിയുന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹു അവനോട് കരുണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ റമദാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കുക, അതിന് സമയം കണ്ടെത്തുക, നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുക. പടച്ച റബ്ബ് അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.